ഹായ് യോൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന കെയർ ടേക്കർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. നാളത്തെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആൾ. ഓപ്ഷൻ സി ജിജ്ഞാസു. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ സി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ കടവടുപ്പിക്കുക. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദമേത്? ഓപ്ഷൻ ബി പ്രതീചി. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദം പ്രതീചി. ശാരിക എന്ന വാക്കിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ബി ചകോരം. ശാരിക എന്ന വാക്കിൻ്റെ പര്യായം അല്ലാത്തത് ചകോരം. ശാരിക എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് കീരം, ശുകം, കിളി. അതും കൂടെ ഓർത്തു വയ്ക്കുക. വീട് പ്ലസ് പണി ചേർത്തെഴുതുക. ഓപ്ഷൻ ബി വീടുപണി. വീട് പ്ലസ് പണി ചേർത്തെഴുതുക. വീടുപണി. കേമൻ പിരിച്ചെഴുതുക. ഓപ്ഷൻ എ കേമം പ്ലസ് അൻ. കേമൻ പിരിച്ചെഴുതുക. കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. ഓപ്ഷൻ സി കർത്താവ്. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം കർത്താവ്. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ ബി തങ്ക. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തങ്ക. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ ബി അത്. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അത്. പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഓപ്ഷൻ ബി ജാഗരം. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ എ തിരു പ്ലസ് അടി. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. വഞ്ചിക്കുക, ഉയർച്ച തടയുക. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക, ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി വൈദ്യർ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? വൈദ്യർ. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത്? ഓപ്ഷൻ ഡി ആദരാഞ്ജലി. തെറ്റായ പദം ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഓപ്ഷൻ സി അർവാചീനം. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം അർവാചീനം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദമേത്? ഓപ്ഷൻ ഡി നിധനം. മഞ്ഞ് എന്നർത്ഥം വരുന്ന പദങ്ങളാണ് നീഹാരം, തുഷാരം, തുഹിനം. അതും കൂടെ ഓർത്തു വയ്ക്കുക. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം. ഓപ്ഷൻ എ പാദമാകുന്ന പങ്കജം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക. ഓപ്ഷൻ ഡി മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്തെഴുതുക. കടൽ പ്ലസ് പുറം. ഓപ്ഷൻ സി കടപ്പുറം. ചേർത്തെഴുതുക. കടൽ പ്ലസ് പുറം, കടപ്പുറം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി ഗുരുപാദർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തി എഴുതുക.
ഗുരുപാദർ. അനലൻ എന്ന വാക്കിൻ്റെ പര്യായ പദം ഓപ്ഷൻ സി തീ. അനലൻ എന്ന വാക്കിൻ്റെ പര്യായ പദം തീ. പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി പുറത്താക്കുക. പടി കടത്തുക എന്ന ശൈലിയുടെ അർത്ഥം പുറത്താക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ എ പ്രായശ്ചിത്തം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. പ്രായശ്ചിത്തം. പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ പൂ പ്ലസ് തട്ടം. പൂത്തട്ടം എന്ന പദം പിരിച്ചെഴുതിയാൽ പൂ പ്ലസ് തട്ടം. പുല്ലിംഗ പദം അല്ലാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ഡി സമർത്ഥ. പുല്ലിംഗ പദമല്ലാത്തത് കണ്ടെത്തി എഴുതുക. സമർത്ഥ. കൈ ആടിയെങ്കിലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഓപ്ഷൻ ബി അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. കൈ ആടിയെങ്കിലേ വായാടൂ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ. ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി നിരാമയം. ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം നിരാമയം. തിരു പ്ലസ് ഓണം തിരുവോണം സന്ധി ഏത്? ഓപ്ഷൻ ബി ആഗമസന്ധി. തിരു പ്ലസ് ഓണം തിരുവോണം സന്ധി ഏത്? ആഗമസന്ധി. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി ഉൽപ്പതിഷ്ണു. കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ഉൽപ്പതിഷ്ണു. വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗ രൂപം ഏത്? ഓപ്ഷൻ എ വിദ്വാൻ. വിദുഷി എന്ന പദത്തിന് അനുയോജ്യമായ പുല്ലിംഗ രൂപം ഏത്? വിദ്വാൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി വൈദ്യർ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? വൈദ്യർ. താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ തേനിന് പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ബി മധുപൻ. താഴെ തന്നിട്ടുള്ള വാക്കുകളിൽ തേനിന് പര്യായം ആയ വാക്കുകളാണ് മധു, പീയൂഷം, അമൃതം. അതും കൂടെ ഓർത്തു വയ്ക്കുക. തേനിൻ്റെ പര്യായ പദങ്ങൾ. വാഗതീതം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി വാക്ക് പ്ലസ് അതീതം. വാഗതീതം പിരിച്ചെഴുതുന്നത് എങ്ങനെ? വാക്ക് പ്ലസ് അതീതം. കേവലക്രിയയ്ക്ക് ഉദാഹരണം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ഉറക്കുന്നു. കേവലക്രിയയ്ക്ക് ഉദാഹരണം അല്ലാത്തതേത്? ഉറക്കുന്നു. സ്നേഹധനൻ ഏത് സമാസമാണ്? ഓപ്ഷൻ ബി ബഹുവീക്രി. സ്നേഹധനൻ ഏത് സമാസമാണ്? ബഹുവീക്രി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരെണ്ണം വർഗ അക്ഷരങ്ങളുടെ ചില്ലാണ്. ഏതാണത്? ഓപ്ഷൻ എ ഇൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരെണ്ണം വർഗ അക്ഷരങ്ങളുടെ ചില്ലാണ്. ഏതാണത്? ഇൻ. പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. എന്നാൽ പ്രേക്ഷകൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം? ഓപ്ഷൻ എ പറഞ്ഞയച്ചവൻ. പ്രേക്ഷകൻ എന്ന പദത്തിന് കാഴ്ചക്കാരൻ എന്നാണ് അർത്ഥം. എന്നാൽ പ്രേക്ഷകൻ എന്ന പദത്തിന് എന്താണ് അർത്ഥം? പറഞ്ഞയച്ചവൻ. സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്ത പദം ഏത്? ഓപ്ഷൻ ഡി പട്ടുശീല. സന്ധി അനുസരിച്ച് കൂട്ടത്തിൽ പെടാത്ത പദം ഏത്? പട്ടുശീല. താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ഏതിലാണ് കണ്ണടയ്ക്കുക എന്നതിന് ആ ക്രിയ തീരെ പ്രകടമല്ലാത്തത്? ഓപ്ഷൻ സി അച്ഛൻ കണ്ണടച്ചതിന് ശേഷമാണ് കുട്ടി ഇത്ര വഷളായത്. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായ വാക്യം ഏത്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപം ഏത്? ഓപ്ഷൻ ഡി ജാള്യത. ശരിയല്ലാത്ത രൂപം ജാള്യത. മകൾ എന്നർത്ഥമുള്ള പദം ഏത്? ഓപ്ഷൻ സി തനയ. മകൾ എന്നർത്ഥമുള്ള പദം തനയ. രവം വിപരീത പദം എഴുതുക. ഓപ്ഷൻ എ നീരവം. രവം വിപരീത പദം നീരവം. അന്ത പ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ അന്തശ്ചിദ്രം. ഓപ്ഷൻ ബി അന്തശ്ചിദ്രം. അന്ത പ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ബി അന്തശ്ചിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ജിജ്ഞാസു. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ ബി കിങ്കരി. കിങ്കരൻ സ്ത്രീലിംഗം കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ മിടുക്കർ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. വാങ്മയം പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ ബി വാക്ക് പ്ലസ് മയം.
വാങ്മയം പിരിച്ചെഴുതുമ്പോൾ വാക്ക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ ഡി കുരുടന്മാരോടരുത്. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കുരുടന്മാരോടരുത്. ശരിയായ പദം എഴുതുക. ഓപ്ഷൻ ഡി ഉദ്ഘാടനം. ശരിയായ പദം ഉദ്ഘാടനം. ഭാഗികം വിപരീത പദം ഏത്? ഓപ്ഷൻ ബി സമഗ്രം. ഭാഗികം വിപരീത പദം സമഗ്രം. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ഡി പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം പിപാസു. നീഹാരം പര്യായ പദം ഏത്? ഓപ്ഷൻ എ മഞ്ഞ്. നീഹാരം പര്യായ പദം മഞ്ഞ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ അവസാനത്തെ പ്രവൃത്തി. കലാശക്കൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ ഡി നടപടിക്രമം. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ നടപടിക്രമം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. ഓപ്ഷൻ സി വാഗ്മയം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക വാങ്മയം. അവൻ പിരിച്ചെഴുതുക. ഓപ്ഷൻ ഡി ആ പ്ലസ് അൻ. അവൻ പിരിച്ചെഴുതുക ആ പ്ലസ് അൻ. പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ ഡി ആചാര്യർ. പൂജക ബഹുവചനം ഏത്? ആചാര്യർ. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. ഓപ്ഷൻ ബി വിശ്വസ്തൻ. ശരിയായ പ്രയോഗം തിരിച്ചറിയുക വിശ്വസ്തൻ. കാട് പര്യായ പദം കണ്ടെത്തുക. ഓപ്ഷൻ എ അടവി. കാട് പര്യായ ശബ്ദം കണ്ടെത്തുക അടവി. ഡിഗ്രി എന്ന പദത്തിന്റെ മലയാള പരിഭാഷ? ഓപ്ഷൻ സി വിധി. ഡിഗ്രി എന്ന പദത്തിന്റെ മലയാള പരിഭാഷ വിധി. ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത്? ഓപ്ഷൻ എ കാർഷികം. ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം. പിരിച്ചെഴുതുക നിരർത്ഥകം. ഓപ്ഷൻ ഡി നീ രണ്ട് കുത്ത് പ്ലസ് അർത്ഥം. പിരിച്ചെഴുതുക നിരർത്ഥകം നീ രണ്ട് കുത്ത് പ്ലസ് അർത്ഥം. ബഹുവചന ശബ്ദം കണ്ടെത്തുക. ഓപ്ഷൻ ബി കുട്ടികൾ. ബഹുവചന ശബ്ദം കണ്ടെത്തുക കുട്ടികൾ. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക. ഓപ്ഷൻ ബി മഹാൻ. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക മഹാൻ. വിപരീത പദം കണ്ടെത്തുക. ആരോഹണം. ഓപ്ഷൻ സി അവരോഹണം. വിപരീത പദം കണ്ടെത്തുക ആരോഹണം. ഓപ്ഷൻ സി അവരോഹണം. ചേർത്തെഴുതുക. മഹത് പ്ലസ് ചരിതം. ഓപ്ഷൻ എ മഹച്ചരിതം. ചേർത്തെഴുതുക. മഹത് പ്ലസ് ചരിതം മഹച്ചരിതം. സമാന പദം കണ്ടെത്തുക. ധരണി. ഓപ്ഷൻ എ ഭൂമി. സമാന പദം കണ്ടെത്തുക. ധരണി. ഓപ്ഷൻ എ ഭൂമി. സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? നൈതികം. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം? ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി എനിക്ക് 10 തേങ്ങ വേണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. എനിക്ക് 10 തേങ്ങ വേണം. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി ഉത് പ്ലസ് നമ്രം. ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉത് പ്ലസ് നമ്രം. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി കച്ചപം. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം ഏത്? കച്ചപം. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ? ഓപ്ഷൻ ഡി നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ? നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? ഓപ്ഷൻ സി സ്വാമികൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? സ്വാമികൾ. അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഓപ്ഷൻ എ അഗ്രജൻ. അവരജൻ എന്ന പദത്തിന്റെ വിപരീതം അഗ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ഉദ്ഗ്രഥിതം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഉദ്ഗ്രഥിതം. ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ്? ഓപ്ഷൻ ഡി ഭ്രാതാവ്. ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ് ഭ്രാതാവ്. പ്ലസ് അൻ അവൻ. ഇവിടെ സന്ധി ഏത്? ഓപ്ഷൻ സി ആഗമം. ആ പ്ലസ് അൻ ഇവിടെ സന്ധി ഏത്? ആഗമം. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ്? ഓപ്ഷൻ ബി കണ്ണിലുണ്ണി.
ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് കണ്ണിലുണ്ണി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം കൊച്ചിയുടെ മാഹാത്മ്യം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം കൊച്ചിയുടെ മാഹാത്മ്യം. മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപമാണ് ഓപ്ഷൻ ഡി മടിശീല. മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപമാണ് മടിശീല. ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ സി യാദൃശ്ചികം. ശരിയായ രൂപം യാദൃശ്ചികം. കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാള് ഒറ്റപ്പദം ആക്കുക. ഓപ്ഷൻ സി പിപാസു. കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാള് ഒറ്റപ്പദം പിപാസു. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം ഓപ്ഷൻ എ ഫലമില്ലാതെ പ്രവർത്തിക്കുക. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം ഫലമില്ലാതെ പ്രവർത്തിക്കുക. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ സി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ല് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? ഓപ്ഷൻ ബി മാങ്ങയാൽ കറി. മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹരൂപം മാങ്ങയാൽ കറി. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ഡി മാനി മാനൻ. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി മാനി മാനൻ. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിലെ ശരിയായ ജോഡികളാണ് പിട പൂവൻ, പിടി കൊമ്പൻ, മഹതി മഹാൻ. അതും കൂടി ഓർത്ത് വെച്ചോണേ. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിലെ ശരിയായ ജോഡികൾ പിട പൂവൻ, പിടി കൊമ്പൻ, മഹതി മഹാൻ. ലാഭേച്ഛയോടെയുള്ള വിലപേശൽ ഈ അർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ സി കുതിരക്കച്ചവടം. ലാഭേച്ഛയോടെയുള്ള വിലപേശൽ ഈ അർത്ഥം വരുന്ന ശൈലി കുതിരക്കച്ചവടം. കാട് എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ബി കന്ദരം. കാട് എന്നർത്ഥം വരാത്ത പദം കന്ദരം. കാട് എന്നർത്ഥം വരുന്ന പദങ്ങളാണ് കാന്താരം, വിപിനം, അടവി. അതും കൂടി ഓർത്ത് വെച്ചോണം. കാട് എന്നർത്ഥം വരുന്ന പദങ്ങൾ കാന്താരം, വിപിനം, അടവി. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ പ്രയാസം, ആയാസം. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ ശരിയായ ജോഡികളാണ് പ്രഭാതം, പ്രദോഷം, അപേക്ഷ, ഉപേക്ഷ, നിർജീവം, സജീവം. അത് ഓർത്ത് വെച്ചോണം. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിലെ ശരിയായ ജോഡികൾ പ്രഭാതം, പ്രദോഷം, അപേക്ഷ, ഉപേക്ഷ, നിർജീവം, സജീവം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി യാദൃശ്ചികം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. യാദൃശ്ചികം. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ഡി നമ പ്ലസ് എ. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. നമ പ്ലസ് എ. വിൻ പ്ലസ് സ്ഥലം ഈസ് ഈക്വൽ ടു വിണ്ടലം. സന്ധി ഏത്? ഓപ്ഷൻ ബി ആദേശസന്ധി. വിൻ പ്ലസ് സ്ഥലം, വിണ്ടലം, സന്ധി ഏത്? ആദേശസന്ധി. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി നപുംസകം. ക്ലീബം എന്ന പദത്തിനർത്ഥം നപുംസകം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി മഞ്ഞ്. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. മഞ്ഞ്. ശരിയല്ലാത്ത വിപരീത പദ രൂപം ഏത്? ഓപ്ഷൻ ഡി ഉപജയം, അപജയം. ശരിയല്ലാത്ത വിപരീത പദ രൂപം ഉപജയം, അപജയം. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? ആ ഇ എ. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ആ ഇ എ. ചതയില്ലാത്തടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിനർത്ഥം ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത്. ചതയില്ലാത്തടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഫലമില്ലാത്തടത്ത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി കവി, കവയിത്രി. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി കവി, കവയിത്രി. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി പിപഠിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദം പിപഠിഷു. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത്? ഓപ്ഷൻ എ സലിംഗ ബഹുവചനം. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിടുക എന്ന കഥയുടെ ഉത്തരം? ഓപ്ഷൻ ഡി തെങ്ങ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം തെങ്ങ്. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ലേഖിക.
ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ലേഖിക. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ എ ശിഥിലം. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി താഴെ പ്ലസ് ഇറങ്ങി. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഭൈമി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം ഭൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏത്? ഓപ്ഷൻ എ പുതിയത് 9. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി പുതിയത് 9. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരൂ ഇതു നിർണയം. ആരുടെ വരികൾ? ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരും ഇതു നിർണയം. ആരുടെ വരികൾ? കുഞ്ചൻ നമ്പ്യാർ. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ആസ്യം. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം ആസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻ എ ഹൃദയത്തിന്റെ താളം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഹൃദയത്തിന്റെ താളം. അക്കാലം സന്ധി നിർണയിക്കുക. ഓപ്ഷൻ എ ദ്വിത്വസന്ധി. അക്കാലം സന്ധി നിർണയിക്കുക. ദ്വിത്വസന്ധി. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അനുഗൃഹീതൻ. ശരിയായ പദം അനുഗൃഹീതൻ. പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? ഓപ്ഷൻ സി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിലെ ശരിയായ വാക്യപ്രയോഗം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ സ്വാമികൾ. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ വൈദികം. വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി ശാശ്വതം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ശാശ്വതം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? ഓപ്ഷൻ എ നിലാവ്, ചന്ദ്രിക, കൗമുദി. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ: നിലാവ്, ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് കണ്ടെത്തുക. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി ഭഗവത്ഗീത. ഭഗവത്ഗീത. ശരിയായ പദം ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് എഴുതുമ്പോൾ ദ ആണ് വരേണ്ടത്. ദ ഭഗവത്ഗീത. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ വിൻ പ്ലസ് തലം. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? വിൻ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഏത്? ഓപ്ഷൻ സി തലയിലെ വേദന. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഏത്? തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഓപ്ഷൻ ബി മാലേയം. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം മാലേയം. യാചകൻ എന്ന പദത്തിന്റെ എതിർലിംഗം. ഓപ്ഷൻ എ യാചകി. യാചകൻ എന്ന പദത്തിന്റെ എതിർലിംഗം യാചകി. അശ്വത്ഥാമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം അരുളുകയായിരുന്നു. ഭാഗീരഥി കച്ചം ഘടകപദം ആക്കുക. ഓപ്ഷൻ ഡി ഭാഗീരഥിയുടെ കച്ചം. ഭാഗീരഥി കച്ചം ഘടകപദം ആക്കുക. ഭാഗീരഥിയുടെ കച്ചം. ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി നിമീലനം. ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീത പദം നിമീലനം. സത് പ്ലസ് ആചാരം ചേർത്തെഴുതുക. ഓപ്ഷൻ സി സദാചാരം. സത് പ്ലസ് ആചാരം ചേർത്തെഴുതുക. സദാചാരം. ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ ബി സമ്രാട്ട്. ശരിയായ പദം എടുത്തെഴുതുക. സമ്രാട്ട്. കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ഡി ദൃദുക്ഷു.
കാണാൻ ആഗ്രഹിക്കുന്നവൻ, ഒറ്റപ്പദം ദൃദിക്ഷു. നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ സി പയോദം. നദിയുടെ പര്യായ പദങ്ങളാണ് സ്രോതസ്, ധ്വനി, ദീപവതി. അതും കൂടെ ഓർത്തു വയ്ക്കുക. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ സി 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. ഓപ്ഷൻ ബി നമ്പ്യാർ. പുല്ലിംഗ ശബ്ദം നമ്പ്യാർ. ഒറ്റപ്പദം ആക്കുക. ഋഷിയെ സംബന്ധിക്കുന്നത് ഓപ്ഷൻ എ ആർഷം. ഋഷിയെ സംബന്ധിക്കുന്നത് ഒറ്റപ്പദം ആർഷം. വിരക്തി എന്ന പദത്തിൻ്റെ വിപരീതം ഓപ്ഷൻ സി ആസക്തി. വിരക്തി എന്ന പദത്തിൻ്റെ വിപരീതം ആസക്തി. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ആയി വരുന്നത് ഓപ്ഷൻ ബി പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത് പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം ഓപ്ഷൻ സി ഇടക്കാല നടപടികൾ. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം ഇടക്കാല നടപടികൾ. ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജലകണം. ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. ജലകണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഭീഷ്മർ. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീഷ്മർ. താഴെ പറയുന്നതിൽ ശരിയായ രൂപമേത്? ഓപ്ഷൻ ബി അനാച്ഛാദനം. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ സി പുള്ളിയൻ. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ. തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി അവസാനിപ്പിക്കുക. തനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി പരാശ്രയം. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ഓപ്ഷൻ ബി അഗ്നിയെ സംബന്ധിച്ചത്. ആഗ്നേയം എന്ന പദത്തെ വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി വിൻ പ്ലസ് സ്ഥലം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. വിൻ പ്ലസ് സ്ഥലം. ശേനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ഓപ്ഷൻ ബി പരുന്ത്. ശേനം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? പരുന്ത്. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ദൗഹിത്രൻ. മകളുടെ മകൻ ഒറ്റപ്പദം ദൗഹിത്രൻ. തത്ത്വത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി വെണ്മ. തന്മാത്ര തത്ത്വത്തിന് ഉദാഹരണം വെണ്മ. കൈകാലുകൾ സമാസം എന്ത്? ഓപ്ഷൻ ബി ദ്വന്ദ്വൻ. കൈകാലുകൾ സമാസം ദ്വന്ദ്വൻ. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ അഭ്യസ്ത വിദ്യൻ. ശരിയായ രൂപം അഭ്യസ്ത വിദ്യൻ. ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ സി ആർഷം. ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ആർഷം. അർത്ഥം എഴുതുക. ഇനൻ. ഓപ്ഷൻ ബി സൂര്യൻ. ഇനൻ അർത്ഥം സൂര്യൻ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതി? ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഓപ്ഷൻ സി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ഡി ശൂരനാട്ട് കുഞ്ഞൻ പിള്ള. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ശൂരനാട്ട് കുഞ്ഞൻ പിള്ള. നായ കഥാപാത്രമായ ഒരു കഥ? ഓപ്ഷൻ ബി വെള്ളപ്പൊക്കത്തിൽ. നായ കഥാപാത്രമായ ഒരു കഥ വെള്ളപ്പൊക്കത്തിൽ. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത്? ഓപ്ഷൻ ഡി കാരൂർ നീലകണ്ഠ പിള്ള. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് കാരൂർ നീലകണ്ഠ പിള്ള. പദം ആക്കുക. സുമിത്രയുടെ പുത്രൻ? ഓപ്ഷൻ ബി സൗമിത്രി. ഒറ്റപ്പദം ആക്കുക. സുമിത്രയുടെ പുത്രൻ സൗമിത്രി.
പര്യായ പദം. താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് മാവിൻ്റെ പര്യായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ സി ചൂതം. മാവിൻ്റെ പര്യായ പദം ചൂതം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഓപ്ഷൻ എ ഇത്തി. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ്? ഇത്തി. വിപരീത പദം എഴുതുക. ഗൗരവം. ഓപ്ഷൻ ഡി ലാഘവം. വിപരീത പദം എഴുതുക. ഗൗരവം, ലാഘവം. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ കേൾ പ്ലസ് തു. കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ കേൾ പ്ലസ് തു. കണ്ണട ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. കണ്ണട ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. ആർ ഏത് ബഹുവചന പ്രത്യയമാണ്? പൂജക ബഹുവചനം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓപ്ഷൻ എ ഓടി. ദുഷ്യന്തന്റെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി. ഈ വാക്യത്തിലെ ആഖ്യാതം ഏത്? ഓടി. പിരിച്ചെഴുതുക. വെൺ തിങ്കൾ. ഓപ്ഷൻ സി വെൾ പ്ലസ് തിങ്കൾ. പിരിച്ചെഴുതുക. വെൺ തിങ്കൾ. വെൾ പ്ലസ് തിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം. ഓപ്ഷൻ എ വിണ്ടലം. ആദേശസന്ധിക്ക് ഉദാഹരണം വിണ്ടലം. തത്തിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ ഡി വെണ്മ. തത്തിതത്തിന് ഉദാഹരണം വെണ്മ. വിപരീത പദം എഴുതുക. അഗ്രജൻ. ഓപ്ഷൻ ബി അവരജൻ. വിപരീത പദം എഴുതുക. അഗ്രജൻ, അവരജൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ഓപ്ഷൻ സി ആകെപ്പാടെയുള്ള ഭംഗി. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം ആകെപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ ചൂടാമണി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യുവൽ ടു ദ ഫയർ. ഓപ്ഷൻ സി എരിതീയിൽ എണ്ണ ഒഴിക്കുക. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യുവൽ ടു ദ ഫയർ. എരിതീയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ എ കവയിത്രി. കവിയുടെ സ്ത്രീലിംഗ പദം കവയിത്രി. ഒറ്റപ്പദം ആക്കുക. വർഷം തോറും. ഓപ്ഷൻ ഡി പ്രതിവർഷം. ഒറ്റപ്പദം ആക്കുക. വർഷം തോറും, പ്രതിവർഷം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി സതീർത്ഥ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? സതീർത്ഥ്യൻ. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം വിവക്ഷ. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി മധുരം. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം മധുരം. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ്? ഓപ്ഷൻ സി കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ്? കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി ജഷം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ചഷം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ ബി ശിങ്കിടി പാടുക. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ശിങ്കിടി പാടുക. ചുമ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി കാസം. ചുമ എന്നർത്ഥം വരുന്ന പദം കാസം. കരി പ്ലസ് പുലി ചേർത്തെഴുതുക. ഓപ്ഷൻ സി കരിമ്പുലി. കരി പ്ലസ് പുലി ചേർത്തെഴുതുക. കരിമ്പുലി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? ഓപ്ഷൻ ബി സ്വാമികൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? സ്വാമികൾ. വെയിൽനാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം. ഓപ്ഷൻ എ വെയിലിന്റെ നാളം. വെയിൽനാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം വെയിലിന്റെ നാളം. അഗ്നി പര്യായ പദം എഴുതുക. ഓപ്ഷൻ സി അനലൻ. അഗ്നി പര്യായ പദം എഴുതുക. അനലൻ. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ ബി ലേഖിക. ലേഖകൻ സ്ത്രീലിംഗം ലേഖിക. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ. ഓപ്ഷൻ ഡി ശരത് ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ശരത് ചന്ദ്രൻ.
ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ നിഷ്കാമം. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം നിഷ്കാമം. ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ഓപ്ഷൻ ബി ഗർഹ്യം. ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ഗർഹ്യം. വാഗർത്ഥം പിരിക്കുമ്പോൾ ഓപ്ഷൻ ഡി വാക്ക് പ്ലസ് അർത്ഥം. വാഗർത്ഥം പിരിക്കുമ്പോൾ വാക്ക് പ്ലസ് അർത്ഥം. ശരിയായ വാക്യം എടുത്തെഴുതുക. ഓപ്ഷൻ സി ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ശരിയായ വാക്യം എടുത്തെഴുതുക. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ ബി നിങ്ങൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. നിങ്ങൾ. അർത്ഥവ്യത്യാസം എഴുതുക. കന്ധരം ഗുഹ കന്ധരം. ഓപ്ഷൻ ബി കഴുത്ത്. അർത്ഥവ്യത്യാസം എഴുതുക. കന്ധരം ഗുഹ കന്ധരം കഴുത്ത്. ഉട്ട്യോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ഓപ്ഷൻ ബി പ്രായോഗികം അല്ലാത്തത്. ഉട്ട്യോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? പ്രായോഗികം അല്ലാത്തത്. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ എ സന്തതിയില്ലാത്തവൻ. അനപത്യൻ എന്ന പദത്തിനർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി കവയിത്രി. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? കവയിത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? ഓപ്ഷൻ സി പുരുഷന്മാർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണവർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി പിഞ്ഞാണത്തിന്റെ വർണ്ണം. പിഞ്ഞാണവർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ അണയ്ക്കുക. പുട്ടൗട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? ഓപ്ഷൻ ബി അശ്വത്ഥാമാവ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ഓപ്ഷൻ സി ചിത്ത് പ്ലസ് മുദ്ര. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ചിത്ത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആർ രാജരാജവർമ്മ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? എ ആർ രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ഓപ്ഷൻ എ വിശ്വസ്തൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? വിശ്വസ്തൻ. കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്കേത്? ഓപ്ഷൻ ഡി ശ്രേഷ്ഠം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്കേത്? ശ്രേഷ്ഠം. മയിൽ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതേത്? ഓപ്ഷൻ സി കീരം. മയിൽ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് കീരം. മയിൽ എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് ബർഹി, ശിഖി, കേകി. അതും കൂടെ ഓർത്ത് വെക്കുക. മയിൽ എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ ബർഹി, ശിഖി, കേകി. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി നവനീതം പ്രാവ്. തന്നിരിക്കുന്നവയിലെ ശരിയായ അർത്ഥമുള്ള ജോഡികളാണ് ഭ്രമരം വണ്ട്, പരഭൃതം കുയില്, നളിനം താമര. അതും കൂടെ ഓർത്ത് വെക്കുക. ശരിയായ അർത്ഥമുള്ള ജോഡികൾ ഭ്രമരം വണ്ട്, പരഭൃതം കുയില്, നളിനം താമര. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി ജഗത് പ്ലസ് നാഥൻ. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ജഗത് പ്ലസ് നാഥൻ. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ശതകം ചൊല്ലിക്കുക. ഒറ്റപ്പദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. ഓപ്ഷൻ സി നൈയായികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയായികൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ എ നൃപേന്ദ്രൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി യവനൻ യവനി. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. യവനൻ യവനി. അഥോന്മുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി ഉന്മുഖൻ. അഥോന്മുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഉന്മുഖൻ. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടി ഉള്ളതാണ്. ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായി വരുന്ന പദം ഓപ്ഷൻ ഡി ഉപസംഹാരം. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായി വരുന്ന പദം ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി പൂ പ്ലസ് അമ്പ്. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക.
പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ നങ്ങിയാർ. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം നങ്ങിയാർ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ബി തൂലം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം തൂലം. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി മിടുക്കർ. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലി അർത്ഥമായി വരുന്ന പ്രയോഗം ഏത്? ഓപ്ഷൻ സി വഴി കാണിക്കുക. അമരം പിടിക്കുക എന്ന ശൈലി അർത്ഥമായി വരുന്ന പ്രയോഗം വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം പിപാസു. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ ബി 10 15. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 10 15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉരുളക്കുപ്പേരി. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഉരുളക്കുപ്പേരി. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അഗാധത. ശരിയായ പദം അഗാധത. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ഓപ്ഷൻ ഡി ഹൃദിസ്ഥമാക്കുക. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം ഹൃദിസ്ഥമാക്കുക. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ബി ആജന്മം. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ആജന്മം. മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം. ഓപ്ഷൻ ഡി ഹരിണം. ഹരിണം അർത്ഥം മാൻ. മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ഹരിണം. ഹരിണത്തിൻ്റെ അർത്ഥം മാൻ. ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി ശിഷ്ടൻ. ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ശിഷ്ടൻ. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ സി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ. ഓപ്ഷൻ എ തീ പ്ലസ് കനൽ. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീ പ്ലസ് കനൽ. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻ സി നായിക. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നായിക. ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ഡി വാണി. വാണി അർത്ഥം വാക്ക്. ശബ്ദം എന്നർത്ഥം വരാത്ത പദം വാണി. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഡി അധ്യാപകന്മാർ. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം അധ്യാപകന്മാർ. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം. ഓപ്ഷൻ എ വായസം. വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം വായസം. മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവര ഇട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവര ഇട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത്. ഓപ്ഷൻ സി കുട്ടി. താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് കുട്ടി. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി അത്ഭുതം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. അത്ഭുതം. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി. ഓപ്ഷൻ സി അഴകിയ രാവണൻ. അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്നർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി അഴകിയ രാവണൻ. താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം. ഓപ്ഷൻ എ ക്ഷിതി. ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം ക്ഷിതി. നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം. ഓപ്ഷൻ ഡി സ്തുതി. നിന്ന എന്ന പദത്തിൻ്റെ വിപരീതം സ്തുതി. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം. ഓപ്ഷൻ ബി അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിൻ്റെ അർത്ഥം അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം. ഓപ്ഷൻ ഡി വഴിയുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം വഴിയുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യഥാ പ്ലസ് ഇഷ്ടം ചേർത്തെഴുതിയാൽ. ഓപ്ഷൻ ബി യഥേഷ്ടം. യഥാ പ്ലസ് ഇഷ്ടം ചേർത്തെഴുതിയാൽ യഥേഷ്ടം. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.